വേദിയിൽ നിന്ന് വീണ ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനും സംഘാടകർക്കും ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ പോലീസ് സുരക്ഷാ പരിശോധന നടത്തിയില്ല. പരിപാടിയുടെ പേരിൽ സംഘാടകർ വ്യാപകമായി പണപ്പിരിവ് നടത്തി. വീഴ്ചയുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സംഘാടകർക്ക് ഗുരുതര വീഴ്ച ഉണ്ടായെന്ന് GCD ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയും പ്രതികരിച്ചു. ഇന്നിപ്പോൾ രാവിലെ CT സ്കാന് വേണ്ടി പേഷ്യന്റിനെ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള ചികിത്സാ രീതി തുടരുക എന്നുള്ളത് തന്നെയാണ് അവരും കണ്ടിട്ടുള്ളത്. കൊണ്ടുപോകുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്കാണുള്ളത്. നേരത്തെ തലച്ചോറിനുള്ള ഇതായിട്ട് നമ്മൾ കുറെ കൂടി കണ്ടിരുന്നത്, അപ്പോൾ അതിപ്പോൾ ഏകദേശം കൺട്രോളായിട്ടാണ് വിളിക്കുന്നത്. സർജിക്കൽ ഇന്റർവെൻഷൻ വേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. വീഴ്ച ഉണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. സ്റ്റേഡിയത്തിൻ്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിൻ്റെ ഭാഗമല്ല. സ്റ്റേഡിയത്തിന് അങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല. അഡീഷണലായിട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിന് ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം റിബൺ ബാരിക്കേഡ് കൊടുത്തു. സ്ഥലവും കുറവായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. ആ കരാറിനകത്ത് വ്യക്തമായി തന്നെ എല്ലാ സെക്യൂരിറ്റിയും സുരക്ഷാ കാര്യങ്ങളും സേഫ്റ്റി കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞിരുന്നു. രേഖ പോലും തയ്യാറാക്കിയുള്ള കരാറാണ്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റ് വിവിധ ഏജൻസികളുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സേഫ്റ്റി ആസ്പെക്ട്സ്, ഫയർ, മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചൊരു അന്വേഷണം വയ്ക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണത്തിന് ഏറ്റവും ഉചിതമായ ഏജൻസി പോലീസാണ്.